ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഗിന്നസ് കിടിലം കോമഡി ഉത്സവത്തിലേക്ക്. നമ്മുടെ കാര്യക്കാർ രണ്ടുപേരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോദ്. ലെറ്റ്സ് വെൽക്കം ഷാജു ശ്രീധർ. നമുക്കിന്ന് ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് രണ്ടുപേര് ഐക്കോണിക് ക്യാരക്ടേഴ്സ്, മലയാളം ടെലിവിഷനിലും സ്റ്റേജിലുമൊക്കെ ഐക്കോണിക് ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്. ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അനീഷും അനു ജോസഫുമാണ്. ഇവിടെ ആ കഥാപാത്രങ്ങളെ തന്നെ സ്വാഗതം ചെയ്യാം. നമുക്ക് മോഹനകൃഷ്ണൻ സാറിനെയും സത്യഭാമയും സ്വാഗതം ചെയ്യാം. ഒപ്പം 91 ബാച്ച് വെൽക്കം ബാക്ക്. തുടങ്ങാം നമുക്ക്. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ കേരള മാട്രിമണിയിൽ ഇനി അടുത്തതൊരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഗിന്നസ് നിഷാദാണ്. നമ്മുടെ ഗിന്നസിന്റെ പെർഫോമൻസിന്റെ അന്ന് ഏറ്റവും മികച്ച പെർഫോമർ എന്നുള്ള പേര് കിട്ടിയത്, അതായത് ഗൂഗിളിലാണ് ഓവറോൾ പെർഫോമൻസിൽ ഫസ്റ്റ് കിട്ടിയത്, കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയത്. ഏറ്റവും മികച്ച പെർഫോമർ മിമിക്രിയിൽ കിട്ടിയത് നിഷാദിനായിരുന്നു. നിഷാദും സന്തോഷം കൂടി നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വിഭവം ഇവിടെ അണിയിച്ചൊരുക്കുകയാണ്. മിമിക്രി വിത്ത് ബാർബർ സ്കിൽസ്. ഒരു ബ്യൂട്ടി സലൂണിലോട്ട് പോവാം. നടന്മാർ ബ്യൂട്ടി സലൂൺ നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. മോഹൻലാൽ,
അടുത്തത് ജഗദീഷ്. കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ടുകിളി കക്കും നെന്തിനുള്ളം വനചാരുതേ മരുചാരണേ ചെന്താമരപ്പൂക്കൾ ഇങ്ങോട്ട് വാ. ഇതെന്താണ് സംഭവിച്ചത്? ഒരാളെ എടുത്തിട്ടാണോ? സന്തോഷേ, 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 പേടിപ്പിക്കാടാ സന്തോഷേ. ആദ്യമേ സന്തോഷം കൊടുത്ത സപ്പോർട്ട് ഒരു ഉഗ്ര കഴിവ് കൊടുത്തേ. ഇനി നിഷാദിന്റെ ആ കാരിക്കേച്ചേഴ്സ് എല്ലാം അല്ലെ, ആ ഇംപ്രഷൻസ് എല്ലാം ഗംഭീരല്ലായിരുന്നു. ആരുടെ ഐഡിയ ആയിരുന്നത്? ഭാര്യയുടെ ഐഡിയ ആയിരുന്നു. എങ്ങനെ പോണു? ട്രെയിനിങ് നന്നായിട്ട് പോകണ്ട അല്ലെ? സ്ഥലമായിട്ട് പോകില്ലേ? ഓക്കെ.
മറ്റേ ചെവിയിലുള്ള ഇവിടെ അനിയനും കൊടുത്ത ആണോ ഒരെണ്ണോ? അപ്പൊ ഇപ്പൊ കേൾക്കാൻ പറ്റണ്ട ആണോ? രണ്ടെണ്ണം കൊടുത്തിരുന്നല്ലോ, അതിലൊരെണ്ണം അനിയനും കൊടുത്തു പുള്ളി. അനിയനും ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. ചോട്ടാ നിഷാദിനെ നമുക്ക് മനസ്സറിഞ്ഞ് ആരും തന്നെ ഒരു ബിഗ് സല്യൂട്ട് തരാം. അത്രയും പേർ. നിഷാദ്, ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് പറയുന്നത് അല്ലേ? നിഷാദിൻ്റെ ഐഡിയകളാണ് നിഷാദിനെ ഓരോ ഘട്ടവും ചേഞ്ച് ആയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഈ ഹിയറിംഗ് എയ്ഡ് വരെ ഇരിക്കാനുള്ള കാരണം നിഷാദിൻ്റെ പ്രോഗ്രാമിലുള്ള ഐഡിയ ആണ്. ആദ്യം നിഷാദ് ഇവിടെ വന്ന് നമ്മൾ ക്രിക്കറ്റ് കളിക്കാരുടെ കുറേ മാനറിസമായിട്ട് വന്നു, സിനിമാക്കാരുടെ മാനറിസമായിട്ട് വന്ന് ക്രിക്കറ്റ് കളിക്കുന്നത്. അതിനുശേഷം നമ്മളെ ഞെട്ടിച്ചത് പിന്നീട് നമ്മുടെ പാചകമായിരുന്നു, സിനിമാ നടന്മാരുടെ പാചകമായിരുന്നു. ഇന്ന് ഇവിടെ വന്ന് ബാർബർ ഷോപ്പ് ചെയ്തു എന്നുള്ളതാണ്. നിഷാദിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിഷാദിന് സംസാരിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിഷാദിൻ്റെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും നിഷാദിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് നിഷാദ് എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ഓരോ താരങ്ങളെ അനുകരിച്ചപ്പോൾ നമുക്ക് ഈ സൗണ്ട് കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് കയ്യടി വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ. ഫിഗർ കൊണ്ട് കാണിച്ച്, അതായത് ഇതൊക്കെ ചെയ്ത് കയ്യടി വാങ്ങുന്നവരും അതൊന്നും ഇല്ലാതെ നമ്മുടെ നിഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാനറിസം കൊണ്ടിട്ടാണ് മലയാള സിനിമയിലെ ഇത്രയും ആർട്ടിസ്റ്റുകളെ ഈ വേദിയിൽ നിറഞ്ഞാടിയത്. കാര്യം നിഷാദൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്കും പാഠമാണ്. കാര്യം നമ്മൾ ഓരോ ഐറ്റം ചെയ്യുമ്പോൾ എന്താണ് ഇപ്പം നിഷാദ് വന്നു കഴിയുമ്പോൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഷാജു തന്നെ പറയായിരുന്നു, ഷാജു നേരിട്ട് നിഷാദിൻ്റെ പ്രോഗ്രാം കണ്ടിട്ടില്ല, ഇന്ന് ഇവിടെ വെച്ചാണ് നേരിട്ട് പ്രോഗ്രാം കാണുന്നത്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഉള്ളറിഞ്ഞ് ചിരിക്കുകയാണ്. അത് സന്തോഷം വളരെ ഗംഭീരമായിട്ട് സപ്പോർട്ട്. ഞാൻ ചിരിച്ചു പോയത് എനിക്ക് ഇപ്പോഴും മാറാത്ത ജയൻ വന്നുള്ള ജയൻ്റെ ഒരു എക്സ്പ്രഷൻ ടൈമിംഗ് എന്ന് പറയുന്നത് അത് സന്തോഷം ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഗംഭീരമായി ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലൊക്കെ നിഷാദ് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു വരികയാണ്. ഇനിയും ഒരുപാട് പ്രോഗ്രാംസുകൾ കിട്ടട്ടെ. ലാലേട്ടൻ തുടങ്ങി നമ്മുടെ ജഗദീഷ് ചേട്ടൻ വരെ എല്ലാവരും മനസ്സിൽ എന്നും സൂക്ഷിക്കുന്ന അടുത്തൊരു പെർഫോമൻസായി നിഷാദിൻ്റെ അടുത്തൊരു ഗിഫ്റ്റാണ്. 2019 പ്രേക്ഷകർക്കുള്ള ഒരു ഗിഫ്റ്റാണ് ഇന്ന് നിഷാദ് ഇവിടെ സമ്മാനിച്ചത്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതിൽ വലിയ സന്തോഷം. ഇവിടെ വന്നിട്ട് കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഞങ്ങളെക്കാൾ എത്രയോ വലിയ കലാകാരനാണ് താങ്കളെന്ന് ഈ ഒരു സമയം നമ്മൾ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷം നന്നായിട്ട് കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ ഭയങ്കര ഓരോ എക്സ്പ്രഷൻസ് ചേഞ്ച് ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്തായാലും വലിയ സന്തോഷം. ഒരാളെ ഇങ്ങോട്ട് വിളിച്ചതിന് ശേഷം നമുക്ക് സത്യഭാമയിലോട്ടും മോഹൻകൃഷ്ണൻ സാറിലോട്ടും പോവാം. വിനോദിനൊന്ന് ഇങ്ങോട്ട് വിളിക്കട്ടെ. വിനോദ് വാ. നമ്മുടെ നിഷാദിന് ഇപ്പം എല്ലായിടത്തും പോകുന്നതും വരുന്നതിനും ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്കിപ്പോൾ ഹിയറിംഗ് എയ്ഡ് കിട്ടിയിട്ടിപ്പോൾ നമുക്ക് ഇത്രയായി, 1 വർഷം 1.5 വർഷം ആവണേ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പും അതിന് ശേഷവും ഒക്കെ നിഷാദിൻ്റെ നിഴല് പോലെ കൂടെയുണ്ട് വിനോദ്. വിനോദിന് കൊടുക്കണം ഒരു കൈയടി. നമുക്ക് നിഷാദിനെ പോലെ ഒരു ടാലന്റിനെ ഇങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. താങ്ക് യു കേട്ടോ വിനോദേ. യെസ്, സത്യഭാമ. ഒത്തിരി സന്തോഷം. വീണ്ടും ഒരുപാട് ഒരു ഐസിക് ന്യൂട്ടൺ നമുക്ക് വേണമെങ്കിൽ വിളിക്കും. ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അടിപൊളിയായിട്ടുണ്ട്. ഇനി പുതിയ കണ്ടുപിടുത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. മോഹൻകൃഷ്ണൻ സാർ, ഞാനൊന്ന് അനീഷായിട്ട് പറഞ്ഞു. അനീഷായിട്ട് പറയൂ. കാരണം എനിക്കൊരു ട്രൂപ്പുണ്ട്. ട്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് വരുമ്പോൾ ഓരോ സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ട് ബിജു എൻ്റെ അടുത്ത് ഓരോരുത്തർ പേര് പറയും. അക്കൂട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു പേരാണ് നിഷാദ്. അപ്പം നിഷാദിൻ്റെ കൂടെ വിനോദ് എന്നൊരാളോട് വരും, 2 പേരുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എഴുതി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണ് കൂടെ ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഇന്ന് പറയും ക്രിക്കറ്റിൻ്റെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ പിന്നെ നിഷാദിൻ്റെ കൂടെ ഒരുപാട് വേദികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്ലവേഴ്സിലൂടെയാണ് അറിയുന്നത് അവന് ഹിയറിംഗ് എയ്ഡ് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിനുശേഷമാണ് നമ്മൾ കുക്കറി ചെയ്യുന്നത്, ഇതിനകത്ത് പച്ചക്കറിയും മറ്റു കട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇന്നിപ്പോൾ നിഷാദ് വന്നപ്പോൾ ഞാൻ ആലോചിക്കേണ്ടത് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ മേളിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളായതുകൊണ്ടും നിഷാദിനെയും വിനോദിനെയും വളരെ അടുത്തറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് ഈ സന്തോഷം. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അത് മനോഹരമായിട്ട് ഈ പറഞ്ഞ പോലെ ഓരോ സീക്വൻസും
ഗംഭീരമാക്കി അവൻ ചെയ്തു. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മളെയൊക്കെ വല്ലാണ്ട് ഒന്നുമല്ലാതായി കളഞ്ഞത് തനിക്ക് കിട്ടിയ 2 ഹിയറിംഗ് എയ്ഡിൽ ഒരെണ്ണം അനിയനോട് കൊടുക്കാനുള്ള വലിയ മനസ്സാണ് അവന്. ഈ ഉത്സവം എന്നുള്ളൊരു പേര് അന്വർത്ഥമാകുന്ന ഒരു ഷോ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം വളരെ സീരിയസ് ആയിട്ട് വേണം. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് അനുഭവിക്കുകയായിരുന്നത്. കാരണം ഇത് നമ്മളൊരു കോമഡി എന്നാണ്, പക്ഷെ കോമഡി മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, എല്ലാം ഉണ്ട്. അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ നന്മ കാണുന്നുണ്ട്, സ്നേഹം കാണുന്നുണ്ട്, കൂട്ടായ്മ കാണുന്നുണ്ട്. അപ്പം വല്ലാത്തൊരു ലോകത്താണ് സത്യത്തിൽ ഞാൻ ഇരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ വരാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. താങ്ക് യു സർ. ഈ കൂട്ടായ്മയുള്ളതാണ് നമുക്ക് ഗിന്നസ് പോലുള്ള അച്ചീവ്മെന്റ്സ് വരെ എത്താൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിനോദിന്റെ ഒക്കെ സപ്പോർട്ടാണ് കേട്ടോ അതിന് കാരണം. എല്ലാവരും മനസ്സറിഞ്ഞൊരു കൈഡ് കൊടുത്തു. താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ കൊണ്ടുവരാൻ പോകുന്ന ആളും നേരത്തെ തന്നെ നമ്മുടെ ഗിന്നസിൽ പങ്കെടുത്ത ആളാണ്. സ്പോട്ട് ഡബിംഗുമായിട്ട് എത്തുന്നു അശ്വൻ. ഇന്ന് ആർക്ക് വേണ്ടിയാ സ്പോട്ട് ഡബ് ചെയ്യണേ? ഇന്ന് ആനിമൽ വോയിസ്. ആനിമൽ വോയിസ്. ആനിമൽ വോയിസസ് ആണ്. ഓക്കെ, അപ്പൊ സ്പോട്ടിലോട്ട് പോയിക്കോളല്ലോ. ഇവിടെ വിഷ്വൽ ഇല്ലേ? ഓൾ ദി ബെസ്റ്റ് കേട്ടാ. ഓക്കെ, അടിച്ചു പൊളിച്ചോട്ടെ, സൂപ്പറായിരുന്നു. താങ്ക് യു. നമ്മൾ സിനിമാ നടന്മാരുടെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്, പക്ഷേ നമ്മുടെ ഈ പ്രായത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായ ഒരു തീം എടുത്തിട്ട് അത് വളരെ ഗംഭീരമായിട്ട് സ്പോട്ടപ്പ് ചെയ്യും എല്ലാം. താങ്ക് യു. കാരണം ഇനിയിപ്പോൾ മിമിക്രി എന്ന് പറയുന്ന ഒരു ലെവല് സ്പോട്ടപ്പിൻ്റെ കാലഘട്ടമായി മാറിയിരിക്കുക. അത് എത്ര ഒരാൾ നിന്ന് തന്നെ 4-5 പേർക്ക് സൗണ്ട് കൊടുക്കുക, അല്ലെ 5-6 പേർക്ക് ഒരുമിച്ച് സൗണ്ട് കൊടുക്കുക, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ വോയിസ് എടുത്ത് അത് സ്പോട്ടപ്പായിട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഡബ്ബിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞാൽ ഡബ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ കണ്ണടച്ച് ഇരുന്ന് ഉറങ്ങിയൊക്കെ ഡബ് ചെയ്യാം അല്ലേ? ഇപ്പോഴേ തുടങ്ങിയ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കീപ്പ് ചെയ്യുക. ഒരുപാട് വേദികൾ കേട്ടിട്ട് ഇനിയും ഞെട്ടിക്കുന്ന കുറേ സംഭവങ്ങളുമായിട്ട് ഈ വേദിയിൽ വരിക. എത്രയല്ലേ പഠിക്കുന്ന മോനിപ്പോൾ? 6. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. വളരെ ഡിഫറെൻ്റ് ആയിരുന്നു, കാണാനും ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. എവിടെയാണ് സ്ഥലം? ശരിക്കും സ്ഥലം എവിടെ? ഞങ്ങളുടെ സ്ഥലം ചേർത്തലയോട്ട് പോകുന്ന വഴിയാ. പോകുന്ന വഴി. ഓക്കെ ഓക്കെ. അവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ എരമ്പല്ലൂർ സാന്താക്രൂസ് പബ്ലിക് സ്കൂളിലാണ്. ഓക്കെ, മിടുക്കനാ കേട്ടോ. കൺഗ്രാറ്റ്സ്. സത്യഭാമ അടിപൊളിയായിരുന്നു, ഗംഭീരായിട്ടിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഒരു ശബ്ദം മോനട്ടൻ ചെയ്യും. ഇതിനകത്ത് കാണിച്ചാൽ ഒരു ശബ്ദം മോനട്ടൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആ ശബ്ദത്തിലാണ് വിളിക്കുന്നത്. ഒന്ന് വിളിക്കോ ഭാമയെന്ന് വിളിക്കോ. മറ്റേ പോത്തിന്റെ ഇടയ്ക്കും കറക്റ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് എനിക്കിത് വലിയ അത്ഭുതം തോന്നിയില്ല. ഇതിനകത്ത് ഒരു ശബ്ദം മാത്രം, ബാക്കിയെല്ലാം കിടിലിനായിരുന്നു. ഒരു ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കാറുള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്തു. എങ്ങനെയാണ് മോഹൻലാൽ സാറിന് അങ്ങനെ തോന്നിയോ? നന്നായിരുന്നു. അല്ല, ഇത് ഞാൻ വെറുതെ വിട്ടു. നമ്മള് എന്താണ് സമനിലയിലുള്ളവരോട് മാത്രമേ മത്സരിക്കാവൂ. നമ്മൾ എടുത്തിട്ടില്ല. ഞാനും ചെറുതല്ലേ എനിക്ക് മിമിക്രിയെ കാണിക്കുമായിരുന്നു. പക്ഷെ അന്ന് ഇത് ആരാ ഇതിനൊക്കെ എല്ലാവർക്കും അവസരമൊക്കെ ഒരുക്കി തന്നത്, ഇങ്ങനെയൊക്കെ എഡിറ്റൊക്കെ ചെയ്തു തന്ന ആരാ?
ഇത് ആദ്യമേ ഞാൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കലാഭവനില് പാലു സാറിനെ പഠിപ്പിച്ചു. ആ അപ്പൊ ഈ കറക്റ്റ് ഓരോ കോഴി വീഡിയോ എഡിറ്റ് ചെയ്ത് തന്ന ആരാന്ന്? വീഡിയോ ഞങ്ങള് തന്നെ എഡിറ്റ് ചെയ്തു. അമ്മ എഡിറ്റ് ചെയ്തു. അമ്മയാണ് edit ആണോ? അപ്പൊ എന്തായാലും വലിയ ഗംഭീരമായിട്ട് നന്നായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അമ്മയും ഇങ്ങനെ ഒരു അധ്യാപകനും ഗുരുതാധിക കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ആളായി മാറാം. അങ്ങനെ മിടുക്കനായി മാറട്ടെ. ഇതിങ്ങനെ ഒരുപാട് മിടുക്കന്മാരെ സംഭാവന ചെയ്യുന്ന ഒരു വേദിയാണ്. അപ്പൊ ഈ വേദി കിട്ടിയതിന് ഏറ്റവും വലിയ ഭാഗ്യം. മിടുക്കൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ കലക്കി അശ്വിൻ കേട്ടോ കേട്ടോ. അപ്പൊ ഇനി അടുത്തത് പുതിയ സംഭവമായിട്ട് വരില്ലേ അടുത്ത പ്രാവശ്യം അല്ലേ? ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എല്ലാവരും നല്ലൊരു ഗൈഡ് എടുക്കും. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ കേരള മാട്രിമണിയിൽ ഇനി അടുത്തൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. തൽക്കാലം വീഡിയോ പ്രൊഫൈലിലൂടെ ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ലാത്ത ടീമാണ്. കാരണം നമ്മുടെ ഗിന്നസിനും പങ്കെടുത്തിരുന്നു. ഇവിടെ വന്നപ്പോഴൊക്കെ നമ്മളെ ഞെട്ടിച്ചിട്ടുമുണ്ട്. ലെറ്റ്സ് വെൽക്കം ആരോസ്.
സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഈ ജനുവരി 26 രാജ്യം എപ്പോഴും നമ്മൾ മറ്റേ പറയുമ്പോൾ 71 70 നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്. കാരണം 70ാമത് റിപ്പബ്ലിക് ഡേ 1950 26 ജനുവരി 1950 നമുക്ക് കിട്ടിയത്. 2019 നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ 70ാമത്തെ നമ്മുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും അതിനു മുമ്പ് തന്നെ നിങ്ങൾ ആ ഒരു ഫുൾ പേട്രിയോട്ടിക് മോഡിലോട്ട് കൊണ്ടുപോയതിന് വളരെയധികം നന്ദി. താങ്ക് യു. ആരോസ് കലകി കേട്ടോ. കോറിയോഗ്രാഫർ ആരാണ് അപ്പോൾ നമ്മുടെ? സജിത്ത് മാസ്റ്റർ. സജിത്ത് വരൂ. ഓരോരുത്തരും അവരുടെ ആക്രോബാറ്റിക് സ്കിൽസ് മാത്രമല്ല നല്ല ഗ്രേസ്ഫുൾ ആയിട്ടാണ് കളിച്ചത് കേട്ടോ. നന്നായിരുന്നു നിങ്ങളെയൊക്കെ expressions ഒക്കെ കാണാം. കേട്ടോ എന്തിനാ നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മുടെ ഈ എനർജിക്ക് ഇപ്പോൾ അവർ ഇവിടെ ഇരിക്കുന്നവരെക്കാളൊക്കെ ഭയങ്കരമായ എനർജിയാണ്. അപ്പം നമുക്ക് അതിനേക്കാൾ നല്ലൊരു എനർജിയിൽ ആദ്യം കൈയ്യടി കൊടുക്കണം. അത്രയ്ക്ക് കിടിലം പെർഫോമൻസ്. ഇവിടെ ഇരിക്കുമ്പോൾ കാഴ്ചക്കാരായിട്ട് ഇരിക്കുമ്പോൾ സാധാരണ മതിമറന്നിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മതിമറന്നിരിക്കുകയല്ല, നിങ്ങൾ മതിമറന്ന് എല്ലാവരും ആടുകയായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് എനർജിയായിരുന്നു. കാര്യം ഓരോരുത്തരും നമ്മളിപ്പോൾ ഈ ഓരോ പെർഫോം ചെയ്യുമ്പോൾ ഓരോരുത്തരായിട്ട് നമ്മൾ മാറ്റി നിർത്തി പറയാറുണ്ട്. ഇതിൽ നിങ്ങളുടെ ഒരു ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കാർ റേസിങ്ങിനൊക്കെ ഒരു കാറ് ഈ കയറ്റത്ത് വന്ന് നിങ്ങളുടെ ജമ്പിങ് എന്നൊക്കെ പറഞ്ഞാൽ ജമ്പ് ചെയ്യുന്നൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഒരാൾ പുറകിൽ നിന്ന് ചാടി വരുന്നതൊക്കെ നമ്മളിനെ കണ്ടിരിക്കും ചില സിനിമകളിൽ കാണുന്ന പോലെ. അപ്പോൾ ആരോസ് ടീം എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ടീമാണ്. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടട്ടെ. ഇനി ഇതുപോലെ ഞെട്ടിക്കുന്ന കുറേ വിഭവങ്ങളായിട്ട് വരിക. എല്ലാവർക്കും ഒന്നും പറയാനില്ല. നമ്മൾ സാധാരണ സിനിമാ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എഴുതി കാണിക്കും നാഷണൽ ആന്തം വരുന്നു എല്ലാവരും എണീറ്റ് നിൽക്കാൻ. ഇവിടെ ഒന്നും പറയണ്ട, നമ്മൾ എണീറ്റ് നിന്ന് പോയതാണ്. കാരണം നിങ്ങളുടെ കോസ്റ്റ്യൂം, നിങ്ങളുടെ കൊറിയോഗ്രാഫി, മാസ്റ്റർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അസ്സലായി ചെയ്തിട്ടുണ്ട്. പ്രജോദ് പറഞ്ഞ പോലെ നാളെ ഇനി വരും കുട്ടികൾ ഈ യൂട്യൂബിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്യും. ഉറപ്പായിട്ടും അത്ര ഗംഭീരമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അറിയാതെ നമ്മൾ എണീറ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. മോനസമാഷെ എങ്ങനെയുണ്ടായിരുന്നു? കാരണം ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് കവിവാക്യം. സജിത്ത് ഗംഭീരമായിരുന്നു. സജിത്തിൻ്റെ കോറിയോഗ്രാഫി ഗംഭീരമായിരുന്നു. നല്ല ചുണക്കുട്ടികളുടെ അഭ്യാസമുള്ള കാഴ്ചയ്ക്ക് ഏറ്റവും ഭംഗിയുള്ള ചുവടുകളായിരുന്നു. ഗംഭീരമായിരുന്നു. നമുക്കെപ്പോഴും അറിയാം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും 100 നാവാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ അറിയാതെ പിറം കോരിത്തരിച്ചു പോകും. വെറുതെ സോങ് കേട്ടാൽ പോലും തോന്നിപ്പോവും. പക്ഷേ അപ്പോൾ അതിലും ഗംഭീരമായി നിങ്ങൾ പെർഫോം കൂടെ ചെയ്തപ്പോൾ അതിന് 100ൽ 100 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ദിവസം നമ്മളെയൊക്കെ ഒരിക്കൽ കൂടി നമ്മുടെ എന്താ പറയുക നമ്മുടെ എപ്പോഴും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ഗാനം കേൾക്കാനും ഇതിനനുസരിച്ച് ചുവടുകൾ വയ്ക്കാനും നിങ്ങൾ കഴിഞ്ഞതിന് ആരോസിന് ഒരുപാട് നന്ദി, സന്തോഷം. സത്യഭാമ നമസ്കാരം മാസ്റ്റർ. ഞങ്ങളുടെ ബാർ അസോസിയേഷന്റെ പ്രോഗ്രാമിൽ എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആണോ? അന്ന് ഞാനും ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ ഞങ്ങളെ മാസ്റ്ററാ. ഞങ്ങളുടെ മാസ്റ്ററാ. അതിന്റെ ഒരു കാരണം മാസ്റ്റർ കുട്ടികളോട് പെർഫോം ചെയ്യുന്ന കാണാൻ. പിന്നെ മോനേട്ടൻ മാഷ് എന്തൊക്കെ ചെയ്യുന്നറിയും. മോനേട്ടനെ കുറിച്ച് മോനേട്ടൻ പറഞ്ഞൊരു സകലകലാ വല്ലഭനാണ്. സകല കലാവല്ലഭൻ, സകല കലകളിലും വല്ലഭനായിട്ടുള്ളവൻ ആരാണോ അവൻ ബഹുപ്രിയാണ് സമാസം. കമലഹാസനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അത് വിട്ട്. അപ്പോ കമലഹാസനാണല്ലോ നമ്മൾ സകലകലാ വല്ലഭൻ എപ്പോഴും പറയാറുള്ളത്. അപ്പൊ ഗംഭീരായിരുന്നു. എന്താ വിഷ്വൽ കണ്ണിന് ഭയങ്കര രസമുള്ള ഇങ്ങനെ മാറി 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 ഫ്രെയിംസ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് മാസ്റ്ററുടെ ഒരു കൊറിയോഗ്രാഫിങ്ങും അതിനപ്പുറം കുട്ടികൾ അതുപോലെ തന്നെ ഒരേ മനസ്സോടെ നിന്ന് ഒരുപാട് സന്തോഷം. ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ അതും ഇത്രയും ഗംഭീരമായൊരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എന്നത്തെയും പോലെ പൊളിച്ചടുക്കി കേട്ടോ. എല്ലാവരും ഗംഭീരമായിരുന്നു. താങ്ക്സ് ലോട്ട്. താങ്ക് യു. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ കേരള മാട്രിമണിയിൽ മിമിക്രി കോമ്പറ്റീഷൻ ഇവിടെ സ്വാഗതം ചെയ്യാം സഹദ് അലി ആൻഡ് ഋതു.
ഋതു ഇപ്പൊ ഗിന്നസ് ഋതു ഗിന്നസ് എന്നാണ് കേട്ടോ ഇങ്ങനെ പേര് എങ്ങനെ ഋതു ഗിന്നസ് തന്നെ. ഋതു ഗിന്നസ് തന്നെയാണ്. അപ്പൊ അത് ഏത് ഗിന്നസിനെ ഉദ്ദേശിക്കുന്നത്? ആദ്യം പ്രസാദേട്ടന്റെ ഗിന്നസ്. പ്രസാദിന്റെ ഗിന്നസ് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ആ കിട്ടിയ ഗിന്നസോ? ഗിന്നസ് അതാ ഇപ്പൊ അപ്പൊ ഗിന്നസ് ഋതു ഗിന്നസ് സ്ക്വയർ അല്ലേ വേണ്ടത്? ഋതു ഗിന്നസ് സ്ക്വയർ. ഓ അത് ശരി, സ്ക്വയർ അങ്ങനെ നന്നായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് റിട്ടയർമെന്റ് ആവാൻ ടൈമായില്ലേ? ഇതിനിപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആരാ ലിസ്റ്റിലുള്ള? അനിൽ നെടുമങ്ങാട്, പിന്നെ നമ്മുടെ മാർക്കോസ് പിഷാരടി. ഡിഫറെന്റ് ആൾക്കാരെ കൊണ്ടുവരും എങ്ങനെയാണല്ലോ, അത് കലക്കി. സഹദ് വിനയ് ഫോർട്ട് സഹദ് ആദ്യമായിട്ടല്ലേ പറഞ്ഞത്? ഞാൻ ആദ്യമായിട്ടായിരുന്നു. അല്ലേ? സഹദ് എവിടെ വീട് എവിടെയാ? വീട് കാഞ്ഞിരപ്പള്ളി. ഞാനിപ്പം ആലപ്പുഴയിൽ സായിൽ സ്വിമ്മിംഗ് കോച്ചായിട്ട് വർക്ക് ചെയ്യുക. സ്വിമ്മിംഗ് കോച്ചാണ്. ആ അത് ശരി, ഓക്കെ. ഇപ്പം വിനയ് ഫോർട്ട്, ദുൽഖർ സൽമാൻ, പിന്നെ ആസിഫ് അലി. വെരി ഗുഡ്. ഋതു നമ്പർ 6. Let's open number 6. അംബരീഷ്. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. എന്താ പറഞ്ഞത്? അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള അങ്ങ് പറഞ്ഞു. ഓക്കെ സഹദ് നമ്പർ 7. Let's open number 7. ദുൽഖർ സൽമാൻ ലിസ്റ്റിലുണ്ട്. കേൾക്കാം. ദുൽഖർ സൽമാന്റെ ചാർലി ഫാൻസ് ഇല്ലേ ഇവിടെ? അപ്പൊ എന്താ കൈയടിക്കാതെ? ആശ സ്വന്തം മരണം കേട്ടറിഞ്ഞവരെ കാണാനുള്ള ഒട്ടുക്കത്തെ ക്യൂരിയോസ് കൊണ്ട് ഇട്ടല്ല പരസ്യം. ഒരു മരണ കളി ശരിക്കും അട്ടാർ പരിപാടിയാണ്. ഞാനൊക്കെ ത്രില്ലടിച്ചിട്ടേ ജെയിൻ വീലിൽ കയറിയ ഫീലായിരുന്നു. നമ്മൾ ഡെഡ് ബോഡിയായ ഏതൊക്കെ ബോഡീസ് കാണാൻ വരുമെന്ന് ഒരു സെൻസസ് എടുത്താൽ പിടികിട്ടും. പക്ഷെ പിടികിട്ടാത്ത ചില എക്സ്ക്ലൂസീവ് കക്ഷികളുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യർ. വെണ്ണിമലന്ന് കത്രീനോ വന്നിരുന്നു, ഒട്ടും വയ്യ. സുന്ദരിക്കുട്ടിയാ, കൊച്ചു പെണ്ണ, വയസ്സ് 53. കൊച്ചുമനെ കൂട്ടിക്കൊണ്ടു വന്ന്. പിന്നെ ദാസ്, കണ്ണ് കാണാൻ വയ്യേ. ഉള്ളിലാണേ കണ്ണ്. തീവണ്ടിയിലെ പാട്ടുകാരനാ, തീവണ്ടി ദാസ്. അങ്ങനെ എല്ലാവരും ഇഷ്ടം പോലെ. ഇനി ഈ ശരീരത്തിൽ തല്ലുകളോ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ആസ സ്നേഹം കൊണ്ടാ. നിങ്ങളെപ്പോലെ എല്ലാവർക്കും പിടിച്ച സ്നേഹമാ. ഇനി പറ, ചത്തുവായതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? ഉണ്ണിയാർ എഴുതിയ ഡയലോഗാണ്. ബ്യൂട്ടിഫുൾ. അപ്പോ അടുത്ത നമ്പർ 5. Let's open number 5. സുന്ദരി മേൽ. കടക്കു പുറത്ത്. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴും. ജീവന് കൊതിന്റെ ഓടിക്കോ. കുഴപ്പമില്ല. നമ്പർ 10. Let's open number 10. രമേഷ് പിഷാരടി ഇവിടത്തെ ലിസ്റ്റിലുണ്ട്. വരും. എന്റെ ഫുഡ് അത് ആസിഫ് അലി. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ക്ഷമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം? രമേഷ് പിഷാരടി കേൾക്കാം. ചോദിക്കാതെ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന കമ്മിറ്റി ഭാരവാഹികളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ആളെ കൂടണമെങ്കിൽ കലാകാരന്മാരുമായിട്ട് മത്സരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ കൂടണമെങ്കിൽ സണ്ണി ലിയോണൊക്കെ വരേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എങ്കിലും ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ ഇവിടെ എത്തിയ എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമ്പർ 1. Let's open number 1. ആറ്റിങ്ങളാണോ വീട്? ആറ്റിങ്ങൾ HDFC വർക്ക് ചെയ്യുന്ന ഒരു ഭാസ്കരൻ നായരുണ്ട്, അറിയാവോ? തിരിച്ചു പോകൂ, കൊന്നു പോകൂ കോമലാളേ, ചപലമി മോഹം വ്യാമോഹം. ആസിഫ് അലിയുടെ നമ്മുടെ ലൈവ് വോയിസ്. അദ്ദേഹം FBയിൽ ഒരു മന്ദാരം ഫിലിമിന്റെ പ്രൊമോഷൻ. ഹലോ നമസ്കാരം, ഞാൻ ആസിഫ് അലിയാണ്. അപ്പോൾ എൻ്റെ മന്ദാരം എന്ന് പറയുന്ന ഫിലിമിന്റെ പ്രൊമോഷനായിട്ടാണ് ഞാൻ FBയിൽ എത്തുന്നത്. ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഞാൻ FBയിൽ ലൈവ് വരില്ല അത്. അപ്പോൾ ഈ മന്ദാരം ഫിലിം അതിൽ വേറൊരു ഗെറ്റപ്പായിട്ടാണ് ഈ മുടിയൊക്കെ വളർത്തി. അപ്പോൾ അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഓക്കെ ബൈ, താങ്ക് യു. Last number 12. Let's open number 12. ബേബി ശ്യാമിലി, ഇപ്പൊ വലിയ ശ്യാമിലി. അയ്യോ എന്നാ പറയാൻ എനിക്കറിയില്ല.
ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. ലോകപ്രസിദ്ധമായ 2 പ്രബന്ധങ്ങൾ ഇവന്റെയാ. ഈ നിൽക്കുന്ന രാവണന്റെ എവ്യൻ. പ്രജോട്ടാ രണ്ടുപേരുടെയും 3 നമ്പറുകളും കഴിഞ്ഞു. പ്രജോട്ടൻ ഋതു, ഇനി അടുത്ത 2 കൂടി ഉണ്ട് അല്ലേ? ആരൊക്കെയാണ്? അനിൽ നെടുമങ്ങാട്. അവൻ വെറും ഒരു വേസ്റ്റാടാ. ഓ. അല്ല എങ്ങ നിന്റെ ആരാ? അവന്റെ കെട്ടിയവക്ക് പോലും അവന് വേണ്ട. പിന്നെ നീ എന്തിനാടാ അവന്റെ പുറകെ നടക്കുന്നത്? അവനൊരു പേപ്പട്ടിയാടാ. പേ പിടിച്ച തെരുവുപട്ടി വീട്ടിൽ കയറി വന്നാ തല്ലി കൊല്ലും അല്ലേ? ഇനി മാർക്കോ. ഋതുവിൻ്റെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ ഗിന്നസിന്റെ പ്രോഗ്രാമിന്റെ സമയത്ത് ശരിക്കും ബാക്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇത്രയധികം ആൾക്കാരുണ്ട്. അതിന്റെ പുറകിൽ ഓടി ഓരോരുത്തരെയും ഓരോ ടൈമിൽ സ്റ്റേജിൽ എത്തിക്കുന്നതിൽ വരെ അതിന് അവിടെ കൂടെ ഉണ്ടായിരുന്നതിന് വളരെയധികം നന്ദി. ഇനി ഒറ്റ ആളെ ഉള്ളു ലിസ്റ്റ് അല്ലേ? വിനയ് ഫോർട്ട്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറയുന്ന ഫിലിമിലെ വിനയ് ഫോർട്ട്. തെളിവില്ലാന്ന് പറഞ്ഞ് പോലീസ് നിയമം കൈമലർത്തിയപ്പോ അന്ന് ഞങ്ങൾ ഉറപ്പിച്ചു, നീ അത് നരകത്തിൽ പോയി ഒളിച്ചാലും അവിടെ വന്ന് നിന്നെ പൊക്കുമെന്ന്. ചത്തു എന്ന് കരുതി നീ ഉപേക്ഷിച്ചു പോയ ജീവന് 18-ാം നാൾ ബോധം വെച്ചപ്പോ അവള് പറഞ്ഞൊരു അടയാളം, നിന്റെ മുറിച്ചവി. ആ മുറിച്ചവി അന്വേഷിച്ച് കഴിഞ്ഞ 8 മാസമായിട്ട് ഞങ്ങൾ അലയായിരുന്നു. താങ്ക് യു. എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം സഗതിലേക്ക് വരാം. സഗത് ഇവിടെ ഞെട്ടിച്ച് കളഞ്ഞു. കാര്യം ആദ്യമായിട്ടാണ് കോമഡി ഉത്സവത്തിൽ സഗത് വരുന്നത്. പക്ഷേ സഗതിന്റെ പെർഫോമൻസ് കണ്ട സഗത് ഇവിടെ പയറ്റി തെളിഞ്ഞ നമ്പർ 1 ആർട്ടിസ്റ്റിനെ പോലെയാണ് സഗത് പെർഫോം ചെയ്തത്. എല്ലാ ആർട്ടിസ്റ്റും. കാരണം നമ്മൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് തന്നെ അത് അത്രയും ലെങ്ത് ഉള്ള ഒരു ഡയലോഗ്സ് ആണ്. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ആസിഫ് അലി, അവസാനം വിനയ് ഫോർട്ട്. അല്ല, പ്രൊഫഷണൽ ആയിട്ട് സ്റ്റേജിൽ പോയിട്ടില്ല അല്ലേ? പ്രൊഫഷണൽ ആയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ 6 ഓഡീഷനിൽ വന്നോളൂ, 6 ഓഡീഷനിൽ എന്ന് പറഞ്ഞു കിട്ടാണ്. ആണോ? 6 ഓഡിഷന് വന്ന് പറഞ്ഞു വിട്ടാണ്? 6 ഓഡീഷനിൽ പറഞ്ഞു വിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്ട്രീറ്റ് ഓഡീഷനിൽ സെലക്ഷൻ ആയത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസിലാണ്. ആ കാര്യത്തിൽ അത് എടുത്ത് പറയണം. അതാണ് സത്യം പറഞ്ഞാൽ അതിന് ഭയങ്കര ബഹുമാനമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഒരെണ്ണം കിട്ടിയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പോവാറാണ്. ഈ സംഭവം 6 തവണയും അത് റിജക്ഷൻ വന്നിട്ടും ഞാനിത് ശരിയാക്കി എടുത്ത് വരും, ഇതിൽ കയറിയിരിക്കുമെന്ന് കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, അതാണ് കോൺഫിഡൻസ്. താങ്ക് യു സർ. അല്ല, നമ്മളെപ്പോഴും പറയാറില്ല ഇതിന്. കാര്യം ആദ്യമൊക്കെ നമുക്കിതൊരു ആഗ്രഹമായിരുന്നു കോമഡി ഉത്സവത്തിൽ പ്രസന്റ് ചെയ്യണ ആർട്ടിസ്റ്റുകളുടെ. പക്ഷെ പിന്നീട് ഒരു ആവശ്യമാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് ഇനിയും വരാനിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഈ പറയുന്ന ഓഡീഷനിൽ റിജക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും സഹതൊക്കെ ഒരു മാതൃകയാണ്. സഹത 6 പ്രാവശ്യം റിജക്ട് ചെയ്ത ആളാണ്. വീണ്ടും വന്ന് പെർഫോം ചെയ്ത് വെറുതെ അല്ല, കിടിലമായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ഋതു എന്തായാലും ഗംഭീരമായിരുന്നു. ഇന്നെടുത്ത പ്രത്യേകിച്ച് അനിൽ നെടുമങ്ങാട് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിനിമയിൽ പുള്ളി പൊളിച്ചടക്കി. ഒറ്റ സിനിമ മതി ഒരാളെ ഓർത്തിരിക്കാൻ വേണ്ടി.
അദ്ദേഹത്തെ ഇവിടെ അനുകരിച്ചു. ബാക്കി എല്ലാവരും നന്നായിരുന്നു, എടുത്തു പറയേണ്ട കാര്യമില്ല. പിന്നെ ഇവരെയൊക്കെ സമ്മതിക്കേണ്ടത് ഈ സീസൺ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഒരുപാട് ഉള്ളൊരു സീസണാണ്. പ്രോഗ്രാം എല്ലാം മാറ്റിവെച്ചിട്ട് ആ തിരക്കെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഗിന്നസിന് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത്, ഇത്രയും ആർട്ടിസ്റ്റുകൾ. അതുകൊണ്ട് അതിനെല്ലാം സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. സഹദ് സാധാരണ 1 തൊട്ട് 3 വരെയൊക്കെ പോകും, പക്ഷെ 6 തവണ എന്ന് പറയുമ്പോൾ വീണ്ടും ആ ഒരു അതിലേക്കുള്ള ആ ഒരു താല്പര്യവും ആ ഒരു ഡെഡിക്കേഷനും ഭീകരമാണ്. അതിനാദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ ദുൽഖറിൻ്റെ സാധാരണ എല്ലാവരും എളുപ്പമുള്ള ഡയലോഗാണ് പഠിക്കുക, സാധാരണ പഠിക്കാൻ എളുപ്പമുള്ള. ഇത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത് നന്നായിരുന്നു. വിനയ് പോട്ട് പെർഫെക്റ്റ് ആയിരുന്നു, നന്നായിരുന്നു. പിന്നെ ഋതു 2 ഗിന്നസ് ആണെന്നുള്ളൂ അല്ലേ? ഋതു ഗിന്നസ്, കോയ ഗിന്നസ്, അങ്ങനെ വരേണ്ടി വരും. കാരണം വെച്ചാൽ ട്രൂപ്പ് ഗിന്നസ് പ്രസാദിൻ്റെ ട്രൂപ്പിലാണ്. നന്നായിരുന്നു, എല്ലാം പെർഫെക്ഷൻ ആയിരുന്നു. എല്ലാ ആർട്ടിസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. കൺഗ്രാറ്റ്സ്, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ കുടുംബത്തില് സത്യഭാമയുടെ അടുത്ത് ആദ്യം ഞാൻ പറയാം. സഹദ് അടിപൊളിയായിരുന്നു, ഗംഭീരം, കലക്കി. ഇരുന്നടിച്ചാലും കേൾക്കാമല്ലോ. അല്ല, ഞാനേ ആ ഒരു ആവേശത്തില് ഞങ്ങളുടെ ബാർ അസോസിയേഷന്റെ പ്രോഗ്രാമിന് ഞാൻ ബുക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. ഇതെന്താ പറയാൻ കാര്യം എന്താണോ, ബാറെന്ന് പറയുമ്പോ പുള്ളി എഴുന്നേറ്റ് വരും ഇപ്പൊ. ആ മുട്ട കോടതിയുടെ കാര്യം പറഞ്ഞത്. ഞാനും വിചാരിച്ചു ബാറുമായിട്ട് എന്ത് ബന്ധം. ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ. പിന്നെ ഇദ്ദേഹം എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പ്രോഗ്രാം ഒരുപാട് പ്രാവശ്യം, പക്ഷെ പുതിയ ആളുകളെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് ഇവിടെ നേരിട്ട് വന്നിരുന്നത് കാണാൻ പറ്റില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. മോനസ് സാർ, എങ്ങനെയുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും? താങ്ക് യു. നന്നായിരുന്നു മോനെ. താങ്ക് യു. സഹദ് കൊള്ളാം, നല്ല മിടുക്കൻ. ഇത്തവണ കരമടയ്ക്കാൻ വീട്ടിൽ നിന്ന് ആൾ വരുമ്പോ പറഞ്ഞാൽ മതി, സഹദിന്റെ ആളാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അടച്ചോളാം പൈസ. താങ്ക് യു. കൊള്ളാം. ശരിക്കും മോനേട്ടൻ ഇഷ്ടമായോ? നന്നായി, നല്ല. മോനേട്ടൻ അങ്ങനെ ഒന്നും ആരെ പറ്റി നന്നായിട്ട് പറയാറില്ല, ഇത് ആദ്യത്തെ സംഭവമാണത്. അതിന് ഇഷ്ടപ്പെട്ടു. ഋതുവിന്റെ കാര്യം അങ്ങനെ തന്നെ. ഋതു, നമുക്ക് എപ്പോഴും ഒരു കലാകാരന് വേണ്ടുന്ന ഗുണങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ളവർ കൂടി അവതരിപ്പിക്കാൻ അവസരത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അവതരിപ്പിക്കുന്ന ആളുടെ പേരെന്താ പറഞ്ഞ? മിഥുൻ. മോനെ പറഞ്ഞല്ലോ, ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന സമയത്ത് ഒരുപാട് സഹായിച്ചെന്ന് പറഞ്ഞല്ലോ, സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞല്ലോ. നല്ലൊരു കലാകാരന് വേണ്ടുന്ന ഏറ്റവും നല്ല ഗുണമാണ് അത്. അപ്പൊ അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പുള്ളിയൊക്കെ നല്ല കാര്യങ്ങൾ പറയണത് തന്നെ വല്ലപ്പോഴുമാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒന്നും നല്ല കാര്യം പറയണമെന്നില്ല, ഒന്ന് ചിരിച്ചാൽ മതിയായിരുന്നു. അതുമില്ല. ഇന്നിപ്പോ ആദ്യമായിട്ട് അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ മുഖം കണ്ട് ആർക്കെങ്കിലും ചിരി വരുമോ? ചിരിക്കാൻ വേണ്ടി മുട്ടയടിച്ച്. അല്ല, ഈ മോനേട്ടൻ ചിരിക്കാത്തതും കൂടി ചേർത്ത് സത്യഭാമ ചിരിക്കുന്നുണ്ടല്ലോ, ആരും ഇരിക്കുന്നു. അതെന്തായാലും നന്നായി. സത്യഭാമ നല്ല മിടിക്കുക. നല്ലതാ. ഇതാണ് വിളിച്ചു വരുത്തിട്ട്. അല്ല, നല്ല കാര്യമല്ലേ പറഞ്ഞു. ഭാര്യയെ കുറിച്ച് ഒരാൾ നല്ലത് പറയുന്നത് നന്നായിട്ടല്ലേ കണക്കാക്കേണ്ടത്, അല്ലേ? അല്ല, മിഥുൻ പറഞ്ഞോണ്ട് ഞാനത് മതി സാർ. മിഥുനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. അല്ല, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ ചിരിക്കുന്ന ആരാണെന്ന് അന്വേഷിച്ച് വന്നപ്പോ അപ്പൊ ഇന്നാരാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോ എനിക്ക് അത്ര മനസ്സിലായില്ല. ആളെ വേണ്ട പോലെ അറിയില്ലാന്ന് തോന്നുന്നു. അതാണ് അത്. ഈ ചിരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിരി. അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാര്യം എല്ലാവരും പറയുന്നുണ്ട്, വില്ലേജിൽ എല്ലാവരും പറയുന്നുണ്ട്, ഒരു കലാകാരൻ വന്ന മാക്സിമം അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് വലിയൊരു ഗുണമാണ്. താങ്ക് യു സർ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് സഹദ്, ഋതു, ഓൾ ദി ബെസ്റ്റ്. പ്രജോട്ടാ, ഷാജേട്ടാ, നമ്മുടെ ഗിന്നസിന് വേണ്ടി നമുക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും രാപ്പകലില്ലാണ്ട് ഓടിയ കുറച്ച് ആൾക്കാർക്കുള്ള ആദരവ് നൽകാനായിട്ട് നിങ്ങളൊന്ന് വേദിയിലേക്ക്. അനീഷ്, നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ മുമ്പിൽ നിൽക്കാനേ ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും മുമ്പിൽ നിന്നത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പകരം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കുള്ള ആദരമാണ് നമ്മൾ ഈ വേദിയിൽ നൽകുന്നത്. അതിനകത്ത് തീർച്ചയായും രാവിലെ എക്സാക്റ്റ് കോൾ ടൈമുകളെല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഓരോരുത്തരെയും കറക്റ്റ് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ച്, ഇത് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസ് ഉണ്ട്, അവരെ എല്ലാം കറക്റ്റ് ടൈമിൽ എത്തിക്കുക. അങ്ങനെ ശരിക്കും എനിക്കറിയാം, കാരണം നമ്മൾ ഇവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അറിയാം,
കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് അവർക്ക് ആർക്കും ഉറക്കം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെയൊക്കെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അവരോട് പറയേണ്ടത് നമ്മളെ കൊണ്ടുവരുന്ന ഡ്രൈവറോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. കാരണം അവരത് കഴിഞ്ഞ് ഉറങ്ങുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ പാതിരാത്രി ഒരു പരിപാടിക്ക് കൊണ്ടുപോകുന്നു, തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നതും അവരാണ്. അവരിതിനിടയ്ക്ക് എപ്പോഴാണ് ഉറങ്ങുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളെ അറിയിക്കാതെ നമ്മളെ സേഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്ന നമ്മുടെ ഡ്രൈവർമാർക്കാണ് ഈ ഒരു ആദരം നൽകാൻ പോകുന്നത്. നമ്മുടെയൊക്കെ സാരഥികൾ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ക്രൂ. അരുൺ പ്രകാശ്, സുബിൻ സുദർശൻ, രാജു വർഗീസ്, അനീഷ് ഫിലിപ്പ്, അനിൽ കുമാർ MS, ജോബ് ആന്റണി. ഇവരെ നിർത്തിക്കൊണ്ട് തന്നെ ആവട്ടല്ലേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനവും അല്ലേ? അപ്പോൾ ഇവരെല്ലാവരും സത്യം പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം വീണ്ടും എടുത്തു പറയുന്നു. കാരണം ഇവരെല്ലാവരും രാപ്പകലില്ലാതെ ഓടിയതിൻ്റെ ഫലമായി കിട്ടിയ ഗിന്നസിൻ്റെ നിറവിലാണ് നമ്മൾ ഇന്ന് കോമഡി ഉത്സവത്തിൽ നിൽക്കുന്നത്. ഇവരല്ലാണ്ട് വേറെ ഒരുപാട് പേർക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. അവരെല്ലാവരും ഇപ്പോഴും ഓട്ടത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് തന്നെ ടേക്ക് കെയർ ആൻഡ് ബൈ.